മെന്റലിന്റെ ക്രോസ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചിന്തിക്കാനേ വേണ്ടി പറ്റില്ല അല്ലെ? അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് മെന്റലിന്റെ ഈ ഒരു ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്. അത് ഇത് തന്നെ വരണമെന്നില്ല, പക്ഷെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇവിടെ ഒരു റെഡ് ഫ്ലവേഴ്സിനെയും വൈറ്റ് ഫ്ലവേഴ്സിനെയും കൂടി ക്രോസ് ചെയ്തു. നമുക്ക് ഇവിടെ F1 ജനറേഷൻ കിട്ടി. അതിന്റെ ജീനോ ടൈപ്പും ഫീനോ ടൈപ്പും എന്താണെന്നാണ്. അപ്പൊ ഇത് രണ്ടും കൂടി ക്രോസ് ചെയ്യുമ്പോൾ ഷുവർ ആയിട്ടും ഇതാണ് അതിന്റെ ജീനോ ടൈപ്പ് വരുന്നത്, ക്യാപിറ്റൽ ആറും സ്മോൾ ആറും. ആൻഡ് അതിന്റെ ഫീനോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്തായാലും എന്തായിരിക്കും? റെഡ് ഫ്ലവേഴ്സ് ആയിരിക്കും. കാരണം രണ്ട് ഡിഫറെന്റ് അലീൽസ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും എക്സ്പ്രസ് ചെയ്യുക? അതിന്റെ ഏറ്റവും ഡോമിനന്റ് ട്രേറ്റ് ആയിരിക്കും എക്സ്പ്രസ് ചെയ്യുക. ഇനി അടുത്തത് ഇല്ലസ്ട്രേറ്റ് എ ക്രോസ് ബിറ്റ്വീൻ F1 പ്ലാന്റ് വിത്ത് ആൻഡ് ദ പാരന്റ് പ്ലാന്റ് ദാറ്റ് പ്രൊഡ്യൂസ് വൈറ്റ് ഫ്ലവർ. അപ്പൊ വൈറ്റ് ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാരന്റും അതുപോലെ തന്നെ F1 പ്ലാന്റിനെയും കൂടി ക്രോസ് ചെയ്ത് കാണിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ ഇതാണ് നമ്മുടെ F1 അല്ലെ? F1 ആൻഡ് വൈറ്റ് ഫ്ലവർ എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പൊ ഇത് നമുക്ക് രണ്ട് ഡിഫറെന്റ് അലീൽ ഉള്ളത് കൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതാം. ഇവിടെയാണെങ്കിൽ നമുക്ക് ഒരു അലീലല്ലേ ഉള്ളൂ, അപ്പൊ ഒരു തവണ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇതും കൂടെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് റെഡ് ഫ്ലവർ കിട്ടും. ഇതും കൂടെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് ഫ്ലവർ കിട്ടും. അപ്പൊ നമുക്ക് റെഡും കിട്ടും വൈറ്റും കിട്ടും സെയിം റേഷ്യോയിൽ. ഇങ്ങനെയാണ് അതിന്റെ ഫീനോടൈപ്പ് വരിക, ഇങ്ങനെയാണ് അതിന്റെ ജീനോടൈപ്പ് വരിക. ഓക്കെ.